ഹലോ മൈ ഡിയേഴ്സ്, നേന്ത്രപ്പഴത്തിനെ കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മധുരമുള്ള ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതിനായിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചയായിരിക്കരുത്, അതുപോലെ നല്ലപോലെ പഴുത്തതും ആയിരിക്കരുത്, ഒരു മീഡിയമായിട്ട് ആയിരിക്കണം. അങ്ങനെ 3 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞു കൊണ്ടുവരാം. കണ്ടോ, ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പ്രസ് ആവുന്നത് പോലെ ഇരിക്കണം, പഴം അങ്ങനെ പഴുത്തിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ടേക്ക് 2 ബൗള് മൈദ എടുക്കാം. പിന്നെ ഇത്ര മാത്രം അരിപ്പൊടി എടുക്കാം. പിന്നെ അതിൻ്റെ കാൽഭാഗമായിട്ട് പൊടിച്ച പഞ്ചസാരയും അതിൻ്റെ കൂടെ ഏലക്കായും കൂടി ഞാൻ പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ, വേണമെങ്കിൽ ചേർത്താൽ മതി, അത് അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചായിരിക്കാം. ഇപ്പം എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, നല്ല പോലെ ഒന്ന് കുഴയ്ക്കുക. അപ്പോൾ മാവ് ഇതുപോലെ ഇരിക്കണം, നല്ല വെള്ളവും ആകരുത്, അതുപോലെ തന്നെ അധികം തിക്കിലും ആയിരിക്കരുത്. അപ്പം ഇതുപോലെ ഈ പരുവത്തിലാക്കി എടുത്താൽ മതി. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ സോഡാപ്പൊടി ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇനി ഈ പഴം നമുക്ക് അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ മേൽഭാഗവും കീഴ്ഭാഗവും ഒക്കെ നമുക്ക് അരിഞ്ഞ് കളയാം. കണ്ടില്ലേ, നല്ല പഴമാണ് ഇത്. അങ്ങനെ ഞാൻ 3 തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ അരിയാം. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് ഫെർട്ടിലൈസറായി ഉപയോഗിക്കാം ചെടികൾക്ക്. അപ്പൊ ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഇത്ര തിക്കായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഇനിയും ഞാൻ പഴത്തിന്റെ നടുവിലൂടെ കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ ഒരു പഴം മുഴുവനും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ റൗണ്ട് ഷേപ്പിലും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ഷേപ്പിലും നമുക്ക് വറുത്തെടുക്കാം. ഏത് ഷേപ്പിലായാലും ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഇത്ര തിക്ക് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് എല്ലാം കൂടി വറുത്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാവ്, അത് അതിലോട്ടേക്ക് നമുക്ക് ഈ പഴങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള പലഹാരമായത് കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുവേ. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. മൈദയും പഞ്ചസാരയും ഏലക്കായും കൂടി മതി, പിന്നെ ഒരു പഴം ഉണ്ടെങ്കിലും മതി. വേഗത്തിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ മാവൊക്കെ ഈ പഴത്തിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് അത് മാവ് മുങ്ങത്തക്ക വിധത്തിൽ വേണം പഴം എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ. ഇനി ഓരോന്നായിട്ട് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്, അതാണ് ടേസ്റ്റും കൂടിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ, റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ 3 എണ്ണായിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ കളറിലോട്ടേക്ക് ആവുമ്പോൾ നമുക്ക് എടുത്താൽ മതി. അപ്പൊ ഇനി ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് എണ്ണയിൽ നല്ല പോലെ മുങ്ങിക്കിടക്കും. പെട്ടെന്ന് കുറെ ഉണ്ടാക്കാനും പറ്റും ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ. അതാണ് ഞാൻ 2 ഷേപ്പിലും കട്ട് ചെയ്ത് കാണിച്ചത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നല്ല ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ വറുത്തുണ്ടായിരുന്നു, എല്ലാം വറക്കുമ്പം തന്നെ എല്ലാം തീർന്നു പോയിട്ടോ, അതാണ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. പഴം നല്ല പഴുത്തതായതുകൊണ്ട് നല്ല ടേസ്റ്റും കൂടിയാണ്. അതിൻ്റെ മധുരം കൂടി മാവിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. പിന്നെ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയിൽ കാണാവേ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.